ഹായ് സ്റ്റുഡൻസ്, ഇനി കൃത്യം 5 ദിവസങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ പോകുന്ന ദിവസം എത്താറായിരിക്കുന്നു. ഇവിടെ നീറ്റ് പരീക്ഷയ്ക്ക് പോകുമ്പോഴും നീറ്റ് പരീക്ഷാ ഹാളിലും നീറ്റ് പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേയുള്ള ദിവസത്തിലും നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള A to Z കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, ഇനിയുള്ള 5 ദിവസവും നിങ്ങൾ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണം. അതിന് ചെയ്യേണ്ട എളുപ്പ വഴി, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമായിട്ട് വേണം ഈ 5 ദിവസവും എടുക്കാൻ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, കാരണം ഓൾറെഡി നമ്മൾ 2 മോക്ക് എക്സാം ഇവിടെ തന്നെ എഴുതുന്നുണ്ട്, അത് മതിയാകും. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നില്ല, മറിച്ച് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. മറന്നുപോയി എന്ന് കരുതുന്ന പാഠഭാഗങ്ങൾ, നിങ്ങൾക്ക് മറക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന പാഠഭാഗങ്ങൾ, നിങ്ങളുടെ ഫോമുലാസ്, അതുപോലെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ പുസ്തകങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുക. രണ്ടാമത്തെ കാര്യം, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പരീക്ഷയോട് അടുത്ത സമയങ്ങളിൽ ഉറക്കത്തിൻ്റെ ഡ്യൂറേഷൻ ഒരിക്കലും കുറയ്ക്കരുത്. ഇൻ കേസിൽ നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ വന്ന് ഉറക്കത്തിൻ്റെ ഡ്യൂറേഷൻ ഇച്ചിരി കുറയുന്നു എന്ന് തോന്നിയാലും പർപ്പസ്ഫുള്ളി നിങ്ങൾ ബെഡ് ടൈം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ, ബെഡ് ടൈം അത് 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ അഡാപ്റ്റഡ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ ശീലിച്ചത് അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. ഇനി പരീക്ഷയ്ക്ക് ഒരു ദിവസം മുന്നേ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം തന്നെ റെഡിയാക്കി വെക്കുക. നമുക്ക് അഡ്മിറ്റ് കാർഡ് റിലീസാകുമ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പി എടുക്കുക. നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ്, 2 പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉള്ള ഒരു ID പ്രൂഫ്, ഇത്രയും റെഡിയാക്കി വെക്കുക. കൊണ്ടുപോകാനുള്ള ഡോക്യുമെൻറ്റ്സ്, വെള്ളം കൊണ്ടുപോകാനായി ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ കരുതുക. പിന്നെ ഡ്രസ് കോഡ് ഓൾറെഡി നമ്മളത് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. എന്നാലും ഹെവി മെറ്റീരിയൽ ക്ലോത്ത്സ് അവോയ്ഡ് ചെയ്യുക. സിപ്സ് ഉള്ള സാധനങ്ങൾ, മെറ്റലുള്ള ഡ്രസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഓർണമെൻറ്റ്സ് അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ഹെയർ ക്ലിപ്സ് അതുപോലുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. മെറ്റൽ വരുന്ന സാധനങ്ങളെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുക. എങ്കിലും നമുക്ക് പല്ലിൽ ഉപയോഗിക്കുന്ന കമ്പിയും നമ്മൾ വെക്കുന്ന സ്പെക്ട്സ്, അത് പവർ ഗ്ലാസ് ആണെങ്കിൽ അതും അലൗഡ് ആണ്. നേരത്തെ തന്നെ നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇംപ്ലാന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അലൗഡ് ആണ്. മറ്റ് മെറ്റലുകൾ അവോയ്ഡ് ചെയ്യുക. ഹെവി ക്ലോത്ത്സ് അവോയ്ഡ് ചെയ്യുക. പൈജാമാസ്, പലാസോസ് അല്ലെങ്കിൽ ഒരുപാട് ഫ്ലെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ, ഒരുപാട് പ്ലീറ്റ്സ് ഉള്ള ഡ്രസ്സുകൾ, ഫ്രിൽസ് ഉള്ള ഡ്രസ്സ്, അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പ്രിൻ്റുള്ള ടെക്സ്റ്റ് എഴുതിയ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ എഴുതി വെച്ച ഡ്രസ്സുകൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഷൂസ് അവോയ്ഡ് ചെയ്യുക. കാല് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. സാൻഡൽസ് ഉപയോഗിക്കാം. റൈറ്റിങ്സ് ഒന്നും ഇല്ലാത്ത, ടെക്സ്റ്റ് ഒന്നും ഇല്ലാത്ത ചപ്പലോ സാൻഡൽസോ എന്ത് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ, അന്നത്തെ ദിവസം നിങ്ങൾ ഇടേണ്ട ഡ്രസ്സ്, അന്നത്തെ ദിവസം നിങ്ങൾ ഇടേണ്ട ചെരുപ്പ്, ഇതെല്ലാം തന്നെ തലേ ദിവസം തന്നെ, 4-ാം തീയതി വേണമെന്നില്ല, ഒരു 3-ാം തീയതി തന്നെ സെറ്റാക്കി വെക്കുക എന്നുള്ളത് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി പരീക്ഷയുടെ തലേ ദിവസം ഹറിബറി പിടിച്ച് ഞാൻ അത് മറന്നു പോകുമോ ഇത് മറന്നു പോകുമോ എന്നൊന്നും ആലോചിക്കേണ്ട. പരീക്ഷയുടെ തലേ ദിവസം ഏറ്റവും ശാന്തമായിട്ട്, ഏറ്റവും കംഫർട്ടബിളായിട്ട് ഉറങ്ങുക. ആ ദിവസം കുഞ്ഞ് വീട്ടിലാണെങ്കിൽ നീ അത് പഠിച്ചോ നീ ഇത് പഠിച്ചോ എന്നൊന്നും തന്നെ പാരൻസ് ചോദിക്കാതിരിക്കുക. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക. പരീക്ഷയുടെ തലേ ദിവസം നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. എന്തെങ്കിലും മറന്നുപോയതായിട്ട് തോന്നുന്നുവെങ്കിൽ അതൊന്നും മറച്ചു നോക്കുക. ഇത് ഞാൻ പരീക്ഷാ ഹാളിൽ മറക്കോ, നാളെ എന്തായിരിക്കും, എങ്ങനെ മാർക്ക് കിട്ടും, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ആ ദിവസം ആലോചിക്കേണ്ട. ഇനി ഹാളിലേക്ക്, നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ വീടിൻ്റെ എത്ര അടുത്തായാലും നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുക. കാരണം ട്രാഫിക് ഉണ്ടാകാം, ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ റോഡ് ബ്ലോക്ക് വന്നു പോയാൽ നമ്മൾ ഏറ്റവും അടുത്താണെങ്കിലും എത്താനുള്ള ഒരു ഡിലേ വന്നു പോകും. അങ്ങനെ ഒരു ഡിലേ വന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് തന്നെ പാനിക് ആകാനുള്ള സാധ്യതയുണ്ട്. സോ സെൻറ്റർ എത്ര അടുത്തായാലും ഏറ്റവും നേരത്തെ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇനി ഇച്ചിരി ദൂരെ സെൻറ്റർ ഉള്ളവർ അതും കൂടി മുൻകൂട്ടി കണ്ട് കൃത്യമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് കയറാനുള്ള ഒരു സമയം മുന്നിൽ കണ്ടു വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ.
വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ചെക്ക് ലിസ്റ്റ് വെച്ച് കൃത്യമായിട്ട് നമ്മുടെ ID പ്രൂഫും അഡ്മിറ്റ് കാർഡും ഫോട്ടോയും എല്ലാം എടുത്തോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങാവൂ. പരീക്ഷയുടെ അന്ന് നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫുഡ് കഴിച്ച് കയറാൻ പറ്റും. ആ സമയത്ത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ട എന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാതെ വെറും വയറിൽ നിങ്ങൾ പോയി പരീക്ഷാ ഹാളിൽ കയറരുത്. അത്യാവശ്യം നിങ്ങൾക്ക് എനർജി കിട്ടുന്ന രീതിയിൽ നമുക്ക് 5:30 വരെ പരീക്ഷാ ഹാളിൽ ഇരിക്കേണ്ടതാണ്. അതിനനുസരിച്ച് റെഡിയായിട്ട് ആഹാരം കഴിച്ച് നല്ല വെള്ളവും കുടിച്ച് വേണം പരീക്ഷാ ഹാളിനകത്തേക്ക് കയറാൻ. അപ്പോൾ ആ സമയം കൂടി കീപ്പ് ചെയ്ത് വേണം ദൂരെയൊക്കെ സെൻറ്ററുള്ള കുട്ടികൾ വീട്ടിൽ നിന്നും ഇറങ്ങാനായിട്ട്. ഇനിയുള്ള 2-3 ദിവസങ്ങൾ നിങ്ങൾ വീട്ടിലായിരിക്കുകയാണെങ്കിൽ എങ്ങനെ പഠിക്കാം, എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ പഠിച്ചോ, ഈ ചാപ്റ്റർ പഠിച്ചോ, ഒരുപാട് ക്വസ്റ്റ്യനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ നിങ്ങൾ ഇടപെടേണ്ട. തൽക്കാലം ഏറ്റവും കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള നമുക്ക് ഇടേണ്ട ഡ്രസ്സിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബ് കാണാം. മറിച്ച് സോഷ്യൽ മീഡിയ തൽക്കാലം കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ തലേ ദിവസം ബന്ധുക്കളെയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ നെഗറ്റീവ് കമൻസ് വന്നാൽ അല്ലെങ്കിൽ നീ പഠിച്ചോ, നിനക്ക് കിട്ടുമോ, ഇത്രയും കുട്ടികൾ ഉള്ളതല്ലേ, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൾ കിട്ടിയാൽ പോലും നിങ്ങൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യണം. ഇനി അങ്ങനെയുള്ള നിങ്ങളെ ആരെങ്കിലും എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസോ അല്ലെങ്കിൽ ബന്ധുക്കളോ തലേ ദിവസം കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു ചോദ്യമായിട്ട് ആ കോളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം തേടാൻ വിളിക്കുമ്പോൾ ഒരു പക്ഷേ മോളെ നീ പഠിച്ചോ, ഇല്ല ഇത്രയും കുട്ടികളില്ലേ, എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനും കുട്ടിയോട് ചോദിക്കാതിരിക്കുക. പരീക്ഷ ഭയങ്കര എളുപ്പമായിരിക്കും. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എഴുതിയിട്ട് വരൂ എന്ന് വേണം പറയാൻ. ഇനി കുഞ്ഞുങ്ങളോടും ഒരു വാക്ക്, അങ്ങനെയല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് കമൻറ്റ് കിട്ടിയാലും നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആകണ്ട. അതിനെ ജസ്റ്റ് നെഗ്ലക്റ്റ് ചെയ്ത് നിങ്ങൾ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കും. ഇനി ഏറ്റവും അടുത്ത വേറൊരു കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. നിങ്ങൾ പെൺകുട്ടികൾ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഉള്ളവർ അതിനനുസരിച്ച് നിങ്ങൾ റെഡി ആയിട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഒക്കെ അടുത്തിരിക്കുന്നവർ പാഡ് ഉപയോഗിച്ച് തന്നെ പോവുക, പാഡ് വെച്ച് തന്നെയാണ് പോകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടാബ്ലറ്റ് കയ്യിൽ കരുതുക. ഇനി ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ഒത്തിരി ബ്ലീഡ് ചെയ്യുന്ന മെൻസ്ട്രേഷൻ നിങ്ങൾക്ക് സഫർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ട് 1-2 ദിവസത്തേക്ക് അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ട് വേണം പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. അപ്പം നിങ്ങൾക്ക് മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീട്ടിൽ സംസാരിച്ച് ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്ത് കൃത്യമായിട്ട് തയ്യാറായി പ്രിക്കോഷൻ എടുത്ത് തന്നെ ഹാളിലേക്ക് പോകണം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് തലേ ദിവസമോ അല്ലെങ്കിൽ അതിന് തൊട്ട് ദിവസമോ ഒരു ചെറിയ പനിയോ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും സിംറ്റം കണ്ടാൽ നിങ്ങൾ ഡോക്ടറിനെ വിളിക്കുകയോ ഡോക്ടറിനെ കാണുകയോ ചെയ്ത് മെഡിക്കേഷൻ എടുക്കണം. ചെറിയൊരു തലവേദനയല്ലേ അല്ലെങ്കിൽ ചെറിയൊരു പനിയല്ലേ എന്ന് കരുതി അത് മാറ്റി വെക്കരുത്. പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് വേണം ഇരിക്കാൻ. ഇനി അങ്ങനെയുള്ള പനിയും തലവേദനയും ഒന്നും വരാതെ നിങ്ങൾ നോക്കണം. ഒന്നാമത് നല്ല ചൂട് ക്ലൈമറ്റ് ആണ്. അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് കുടിക്കാൻ തോന്നും, ഐസ്ക്രീം കഴിക്കാൻ തോന്നും. നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായിട്ട് കഴിച്ചോളൂ. പക്ഷെ അതൊരിക്കലും ഫ്രോസൺ ആയിട്ടുള്ള നമ്മൾ തണുപ്പിച്ച് കഴിക്കുന്ന സാധനങ്ങൾ മിനിമം ആക്കൂ. ജങ്ക് ഫുഡ്സ് മിനിമം ആക്കൂ. കാലറി റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കണം, പക്ഷെ ജങ്ക് ഫുഡ്സ് മിനിമം ആക്കി വേണം ഇനിയുള്ള സമയം നിങ്ങൾ ഇരിക്കാൻ. തലേ ദിവസം നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെയിൻ തോന്നുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളോടോ സിബ്ലിങ്സിനോടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ അതൊരിക്കലും പരീക്ഷയെക്കുറിച്ചാകരുത്. മറിച്ച് ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് ടെൻഷൻ റിലീവ്ഡ് ആകാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീട്ടിൽ പോവുകയാണല്ലേ, അപ്പോൾ ആ ഇടയ്ക്ക് നമുക്ക് തൽക്കാലം ഒരു ബന്ധുക്കളുടെ വീട്ടിലേക്ക് ഒരു വിസിറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒക്കേഷൻ വന്നാൽ അങ്ങനെ ഒരു വിസിറ്റോ ട്രിപ്പോ യാത്രകളോ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവരെയും പോയി കാണാം. ഇനി അതല്ല നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് വേണമെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചൊരു ബ്ലെസ്സിങ് വാങ്ങിക്കാം. ലോങ് ട്രിപ്പുകൾ തൽക്കാലം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഒന്നാമത് ക്ലൈമറ്റ് ഫേവറബിൾ അല്ല, മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ള സമയമാണ്, നമുക്കൊന്ന് മറിച്ച് നോക്കാനുള്ള അവസരമാണ്. അപ്പോൾ അതും മനസ്സിൽ ഓർക്കുക. ഇനി പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശിവൻ സാറിനും ഒപ്പം ഞങ്ങൾ വന്നിരുന്ന സമയത്ത് പറഞ്ഞു, എങ്കിലും ഒന്നുകൂടി പറയുന്നു. നമ്മുടെ എക്സാമിനേഷൻ ഹാളിൽ ചിലപ്പോൾ കയറുമ്പോൾ തന്നെ സെക്യൂരിറ്റി വിങ്ങിൻ്റെ അവിടെ നിന്ന് ഗേറ്റിൻ്റെ അവിടെ തൊട്ടേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ബിഹേവിയർ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അവിടെ നിങ്ങളുടെ ബയോമെട്രിക്സ് എടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഡിലേ വന്നു, കിട്ടിയില്ല, അപ്പം നിങ്ങളോട് ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. അതൊരു നോർമൽ പ്രൊസീജിയർ ആണെന്ന് തിരിച്ചറിയണം. ചില ആൾക്കാർ അത് സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിക്കും, ചില ആൾക്കാർ ഇച്ചിരി റൂഡായിട്ട്
തന്നെ നിങ്ങളോട് പറയും. അതെങ്ങനെയായാലും നിങ്ങൾ അതിനോട് വളരെ ആത്മസംയമനത്തോടെ തന്നെ ബിഹേവ് ചെയ്യണം. ഇനി പരീക്ഷാ ഹാളിനകത്ത് കയറിക്കഴിഞ്ഞാൽ കൂൾ ഓഫ് ടൈമിൽ ഈ പരീക്ഷ എങ്ങനെയായിരിക്കും, അയ്യോ ഞാൻ എന്ത് ചെയ്യും, എന്തായിരിക്കും, മറക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കൂൾ ഓഫ് ടൈമിൽ ആലോചിക്കേണ്ട. കൂൾ ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൂൾ ഓഫ് ആകാനുള്ള സമയമാണ്. തൽക്കാലം ചുറ്റും ഒന്ന് വീക്ഷിച്ച് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്രാർത്ഥിച്ച്, അതല്ലെങ്കിൽ നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് പരീക്ഷയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആ സമയത്തിരുന്ന് ആലോചിക്കാതെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങളോട് ഇൻവിജിലേറ്റർ ആ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് തരുന്ന ഓരോ നിർദ്ദേശവും നിങ്ങൾ കൃത്യമായിട്ട് ചെവിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് പാലിക്കുക. നിങ്ങൾ അതിനകത്ത് ഓവർ ഇൻ്റർപ്രറ്റ് ചെയ്യാനോ നിയമങ്ങളെ അദ്ദേഹത്തിനെ പഠിപ്പിക്കാനോ ചെല്ലണ്ട, മറിച്ച് കംഫർട്ടബിൾ ആയിട്ട് പരീക്ഷാ ഹാളിൽ ഇരിക്കുക. OMR പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ടെസ്റ്റ് ID മാർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കറക്ഷൻ വന്നുപോയാൽ പാനിക് ആകണ്ട. അതൊന്നും തന്നെ വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യമല്ല. എങ്കിലും കെയർഫുൾ ആയിട്ട് തന്നെ എല്ലാം ഫില്ല് ചെയ്ത് പോവുക. ഇനി ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എല്ലാ പേജുകളും ഉണ്ടോ എന്ന് ഒന്ന് മറിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു പേജ് പ്രിന്റഡ് അല്ലാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മറിക്കുമ്പോൾ തന്നെ അറിയാലോ ഏതെങ്കിലും ബ്ലാങ്ക് ഷീറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു എറർ ഫസ്റ്റ് ലുക്കിൽ കണ്ണിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ ഇൻവിജിലേറ്ററിനെ അറിയിക്കുക. അല്ലാത്ത സമയങ്ങളിൽ ആ സമയത്ത് ഒന്ന് മറിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽറ്റി ലെവലോ എങ്ങനെയാണ് എന്നൊന്നും നിങ്ങൾ ആലോചിച്ച് പാനിക് ആവണ്ട. ജസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടോ, എല്ലാ പേജുകളും ഉണ്ടോ, എന്തെങ്കിലും ടിയർ ഓഫ് ചെയ്ത് പെട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ആദ്യത്തെ നോട്ടത്തിൽ ശ്രദ്ധിക്കുക. ഇനി പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ ഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കാണുന്നത്. ഡോണ്ട് ബി എക്സൈറ്റഡ്. നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആകണ്ട, മറിച്ച് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഓരോ വാക്കും കൃത്യമായിട്ട് വായിച്ചു നോക്കി ഞാൻ എന്താണ് വായിച്ചതെന്ന് മനസ്സിലാക്കി OMR ഷീറ്റ് എടുത്ത് ബബിൾ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. ഇനി അൺഫോർച്ചുനേറ്റ്ലി ക്വസ്റ്റ്യൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, കണ്ടുപോയ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ അവിടെയും നിങ്ങൾ ടെൻസ്ഡ് ആയിട്ട് പാനിക് ആകണ്ട, മറിച്ച് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം ഒരു 85 to 90% ക്വസ്റ്റ്യനും ഈസി ആയിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ആദ്യം കണ്ടത് ആ ഡിഫിക്കൽറ്റി ലെവലിൽ വരേണ്ട 10% ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് വേണം കരുതാൻ. ചിലപ്പോൾ ആ ഒരു ഹറിബറിയിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് മറിച്ച് നോക്കാൻ തോന്നും. ഓക്കെ, ഫിസിക്സ് ആണ്, ഫിസിക്സ് ഇച്ചിരി ഡിഫിക്കൽറ്റി തോന്നി, എന്നാൽ കെമിസ്ട്രി മറിച്ച് നോക്കാം. ചിലപ്പോൾ കെമിസ്ട്രിയും ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നാം. അത് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് മാത്രം ആയിരിക്കില്ല. നമ്മൾ ഫിസിക്സ് ഇച്ചിരി ഒരു ഡിഫിക്കൽട്ടാണ്, ടൈം കൺസ്യൂമിംഗ് ആണെന്ന് തോന്നിയ ആ ഒരു മനസ്സുകൊണ്ട് ആ ഒരു ടെൻഷൻ ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ കെമിസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ബയോളജിയിലേക്ക് മറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നാം. പക്ഷേ നിങ്ങൾ അപ്പോൾ ഈ വാക്കുകൾ ഓർക്കുക, ഒരിക്കലും അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ എല്ലാ ക്വസ്റ്റ്യനിലും വരില്ല. അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ആ ആത്മവിശ്വാസം നിങ്ങൾ വീണ്ടെടുത്ത് വീണ്ടും ഓരോ ക്വസ്റ്റ്യനും വായിച്ചു നോക്കുക. സോ ക്വസ്റ്റ്യൻ ഈസി ആയാൽ എക്സൈറ്റഡ് ആകരുത്, ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയാൽ ഒരിക്കലും പാനിക്കും ആകണ്ട. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനെയും വേർഡ് ബൈ വേർഡ് വായിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഓരോ ഓപ്ഷനുകളിലൂടെയും കടന്നുപോയാൽ ഒരു സംശയവുമില്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്ക് നേടാൻ കഴിയുക തന്നെ ചെയ്യും. ആ ഒരു വിശ്വാസം എപ്പോഴും മനസ്സിൽ വേണം. അത് കണ്ടു വേണം പരീക്ഷ എഴുതാൻ. വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഓരോ പ്രാവശ്യവും ക്വസ്റ്റ്യൻ ബബിൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണ്, കുറച്ച് സമയമെടുക്കും എന്ന് തോന്നി നിങ്ങൾ മാറ്റി വെക്കുന്ന ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ OMRൽ കുത്തിട്ട് പോകാതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് പോവുക. ഏറ്റവും അവസാനത്തെ നിമിഷം നിങ്ങൾ എടുക്കുന്ന ആ ഡിഫിക്കൽറ്റി ലെവൽ എന്ന് നിങ്ങൾ കരുതിയ ക്വസ്റ്റ്യന് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം പരീക്ഷ തീരാറാകുന്ന നിമിഷത്തിലാണ്. ആ സമയത്ത് ഇനിയുള്ള സമയം കൊണ്ട് എനിക്ക് എഴുതി തീർക്കാൻ പറ്റുമോ, 3 ചോദ്യങ്ങളും കൂടെ ഉണ്ട് എഴുതാൻ, ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ വായിക്കാം, അങ്ങനെ ഒന്നും കരുതണ്ട. മാറ്റിവെക്കുന്ന ക്വസ്റ്റ്യനുകളുടെ ഓരോ വേർഡും കൃത്യമായി എന്താണെന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് ആൻസർ ചോയ്സിലേക്ക് പോയാൽ മതി. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്കെല്ലാവർക്കും എഴുതാൻ പറ്റുന്ന, നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് നമ്മളെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന, എവിടെയായാലും നിങ്ങൾ നന്നായിട്ടിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു പരീക്ഷ തന്നെയായിരിക്കും NDA സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ JEE പരീക്ഷയൊക്കെ വന്നപ്പോൾ അത് തെളിഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ
ഒരു കാരണവശാലും ടെൻസ്ഡ് ആവുകയോ ആങ്ഷ്യസ് ആവുകയോ വേണ്ട. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നന്നായിട്ട് ഉറങ്ങി, ഏറ്റവും സന്തോഷകരമായിട്ട്, ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് നന്നായിട്ട് ആഹാരം കഴിച്ച് നന്നായിട്ട് വെള്ളം കുടിച്ചു പോകൂ. ഞങ്ങള് എപ്പോഴും പറയും പോലെ ഒരു കുടുംബം തന്നെ, ഇവിടെയുള്ള ഓരോ കുട്ടികളുടെയും പുറകിൽ, ഓരോ മലയാളിയുടെയും പുറകിൽ ഒരു കുടുംബത്തിൻ്റെ തന്നെ പ്രാർത്ഥനയുണ്ട്. സോ എല്ലാ മക്കൾക്കും ഞങ്ങളുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഓൾ ദ വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.